അഫ്ഗാനിസ്ഥാൻ മന്ത്രി ഇന്ത്യയിലെത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. വനിതാ മാധ്യമ പ്രവർത്തകരോട് നോ എൻട്രി പറഞ്ഞും ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈമാറണമെന്ന് ആവശ്യപ്പെട്ടും വിസ്മയം തീർക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ഇന്ത്യക്ക് വിസ്മയമായി മാറിയോ താലിബാൻ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ ആണെന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ അധികാരം പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2021 അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. ആരാണ് അമീർ ഖാൻ മുത്തഖി? ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഉപരോധ പട്ടികയിൽ മുത്തഖിയുടെ പേരുണ്ട്. ഈ ഉപരോധം കാരണം യാത്രാ വിലക്കും ആസ്തി മരവിപ്പിക്കലും നേരിടുന്നുണ്ട്. ഭീകരവാദ പരിശീലനത്തിനും പ്രവർത്തനങ്ങൾക്കും അഫ്ഗാനിസ്ഥാനെ താവളമായി ഉപയോഗിച്ചതിന് ഐക്യരാഷ്ട്രസഭ അപലപിച്ചയാളാണ് മുത്തഖി. ഇത്രയും ഉപരോധവും വിലക്കുമുണ്ടെങ്കിൽ എങ്ങനെ മുത്തഖി ഇന്ത്യയിലെത്തി? നയതന്ത്ര ചർച്ചകൾക്ക് ഇളവ് ലഭിച്ചിരിക്കുകയാണ് മുത്തഖിക്ക്. 1996 മുതൽ 2001 വരെ താലിബാൻ ഭരണകൂടത്തിലെ സാംസ്കാരിക മന്ത്രിയായിരുന്നു അമീർ ഖാൻ മുത്തഖി. അത് കഴിഞ്ഞ് ദോഹ ആസ്ഥാനമാക്കി താലിബാന്റെ എല്ലാ രാജ്യാന്തര നയതന്ത്ര ചർച്ചകൾക്കും ചുക്കാൻ പിടിച്ചത് മുത്തഖിയാണ്. ഇന്ത്യയിലെത്തിയ മുത്തഖി ആദ്യം കണ്ടത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെയാണ്. അഫ്ഗാനിസ്ഥാൻ എന്നും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിരുന്നു. കേന്ദ്രത്തിൽ സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും ആ ബന്ധത്തിൽ ഒരിക്കലും ഉലച്ചിൽ വന്നിട്ടില്ല. വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായപ്പോൾ പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയിൽ അംഗീകരിക്കാത്ത ഏക രാജ്യം അത് അഫ്ഗാനിസ്ഥാനായിരുന്നു. അത് ഇന്ത്യയോടുള്ള സ്നേഹം കാരണമല്ല കേട്ടോ. പാകിസ്ഥാന്റെ ഖൈബർ പഷ്തൂൺ പ്രവിശ്യ തങ്ങളുടേതാണെന്നാണ് അഫ്ഗാൻ വാദം. ഇതൊക്കെയാണെങ്കിലും നയതന്ത്ര തലത്തിൽ ചില്ലറ പൊല്ലാപ്പല്ല ഈ സന്ദർശനം കേന്ദ്ര സർക്കാരിനുണ്ടാക്കിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇതുവരെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. മുത്തഖി ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പത്രപ്രവർത്തകർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. വാർത്താ സമ്മേളനത്തിനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. ഓർക്കണം, ഡ്രസ് കോഡ് ധരിച്ചാണ് വനിതാ മാധ്യമ പ്രവർത്തകർ എത്തിയത്. എന്നിട്ടും പ്രവേശനം നിഷേധിച്ചു. കോൺഗ്രസ് സ്വാഭാവികമായും ഈ വിഷയം കാര്യമായി തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വനിതകൾക്ക് അപമാനമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എന്തുകൊണ്ട് പുരുഷ മാധ്യമ പ്രവർത്തകർ ഇറങ്ങിപ്പോന്നില്ല എന്നും ചോദിക്കുന്നവരുണ്ട്. വാർത്താ സമ്മേളനം വിളിച്ചത് അഫ്ഗാൻ ഭരണകൂടമാണെന്നും അതിൽ ഇന്ത്യക്ക് പങ്കില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വാർത്താ സമ്മേളനത്തിന്റെ ക്ഷണക്കത്തയച്ചത് മുംബൈയിലെ അഫ്ഗാൻ കോൺസുൽ ജനറലാണ്. അഫ്ഗാൻ എംബസി ഇന്ത്യയുടെ നിയന്ത്രണത്തിലല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അഫ്ഗാൻ ഭരിക്കുന്നത് താലിബാൻ ആണെന്നത് വസ്തുതയാണ്. അവിടെ സ്ത്രീകൾക്ക് അവകാശം പോയിട്ട് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ല. 6ാം ക്ലാസ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. പുറത്തിറങ്ങണമെങ്കിൽ അച്ഛനോ സഹോദരനോ ഭർത്താവോ കൂടെ വേണം. ഇക്കഴിഞ്ഞ ദിവസമാണ് സർവകലാശാലകളിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ താലിബാൻ വിലക്കിയത്. ലോകത്ത് സ്ത്രീകൾ ഏറ്റവും മോശമായി പരിഗണിക്കപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം അഫ്ഗാനിസ്ഥാനാണ്. സ്ത്രീകളെ പൊതുജീവിതത്തിൽ നിന്ന് പുറത്താക്കി പുരുഷബന്ധമില്ലാതെ പുറത്തിറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി അടിച്ചേൽപ്പിക്കലുകളുടെ തോരാമഴയാണ് താലിബാൻ തീർത്തിരിക്കുന്നത്. ഈ അടുത്ത് ഭൂകമ്പമുണ്ടായപ്പോൾ പരിക്കേറ്റ സ്ത്രീകൾക്ക് ചികിത്സ പോലും കിട്ടിയില്ല. കാരണം അന്യപുരുഷന്മാർ ഇവരെ നോക്കാൻ പാടില്ല, ആശുപത്രിയിലേക്ക് പോകാൻ പോലും പുറത്തിറങ്ങാൻ പാടില്ല, പരിചരിക്കാൻ വനിതാ ഡോക്ടർമാർ പേരിന് പോലും ഇല്ലല്ലോ. ഇനി എന്താണ് മുത്തഖിയുടെ വരവിന് പിന്നിൽ? മുത്തഖിയുടെ സന്ദർശനം വ്യാപാര, സാമ്പത്തിക, നയതന്ത്ര ചർച്ചകൾക്കായിട്ടാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അടച്ചുപൂട്ടിയ കാബൂളിലെ ഇന്ത്യൻ എംബസി തുറക്കാൻ പോവുകയാണ്. അതിലുണ്ട് മാറുന്ന നയതന്ത്രം. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിന്റെ ഉത്തരം ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. ഒരല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ലോക ഭൂപടം നമ്മൾ നോക്കണം. അതിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും എവിടെയാണെന്നും ഓർക്കണം. പാക് അധീന കശ്മീർ അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ്. സമകാലിക രാഷ്ട്രീയ ഭൂമികയിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കൊപ്പമാണ് എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് പാകിസ്ഥാനൊപ്പമില്ല എന്നതാണ്. ഇന്ത്യയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനോട്
താലിബാനെ കണ്ടു പഠിക്കാൻ മുത്തക്കി ഉപദേശിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുക മാത്രമല്ല, പെഹൽഗാം ആക്രമണത്തിന്റെ പിറ്റേന്ന് ഇന്ത്യക്കൊപ്പമുണ്ടെന്ന നിലപാടെടുത്തതും നമ്മൾ ഓർക്കണം. നിലവിൽ റഷ്യ മാത്രമാണ് താലിബാൻ ഭരണത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. താലിബാനുമായി ബന്ധം പുലർത്തുന്നതിൽ എന്നും ഇന്ത്യ ജാഗ്രത കാണിച്ചിട്ടുണ്ട്. 1996 അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ അന്നും അവരെ അംഗീകരിച്ചിരുന്നില്ല. പകരം താലിബാൻ വിരുദ്ധ ഗ്രൂപ്പായ നോർത്തേൺ അലയൻസിനായിരുന്നു ഇന്ത്യയുടെ പിന്തുണ. ബാമിയൻ പ്രതിമകൾ നശിപ്പിച്ച സമയത്ത്, അഫ്ഗാൻ ഹിന്ദുക്കൾ വിവേചനം നേരിട്ട സമയത്ത് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു. 1999 ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിറക്കിയത് താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ഡഹാറിലായിരുന്നു. അന്ന് താലിബാനുമായി ഇന്ത്യക്ക് ചർച്ച നടത്തേണ്ടി വന്നു. 2001 താലിബാൻ പുറത്തായപ്പോൾ അഫ്ഗാനുമായി വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അഫ്ഗാൻ വികസനത്തിൽ എന്നും പ്രധാന പങ്കാളിയായിരുന്നു ഇന്ത്യ. താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അഫ്ഗാനുള്ള സഹായം പൂർണ്ണമായും ഇന്ത്യ നിർത്തിയിരുന്നില്ല. മാനുഷിക സഹായങ്ങൾ ഇന്ത്യ നൽകി വന്നിരുന്നു. ഗോതമ്പ്, മരുന്ന്, വാക്സിനുകൾ എല്ലാം നൽകി. ഡോക്ടർ എസ് ജയശങ്കർ ആംബുലൻസുകൾ കൈമാറുന്നതും നമ്മൾ കണ്ടു. ഇന്ത്യയെ പ്രധാന സാമ്പത്തിക പ്രാദേശിക പങ്കാളിയായാണ് താലിബാൻ കാണുന്നത്. ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുമെന്നും താലിബാൻ ഉറപ്പു നൽകുന്നു. അത് പാകിസ്ഥാൻ മണ്ണിലെ ഭീകരവാദി സംഘടനകൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇന്ത്യക്ക് മധ്യേഷ്യയിലേക്കുള്ള പ്രവേശനത്തിന് അഫ്ഗാൻ നിർണായകമാണ്. എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും കാണ്ഡഹാർ വിമാനാപഹരണത്തിന്റെ മുറിപ്പാടുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ മാനവരാശിയുടെ, പരിഷ്കൃത സമൂഹത്തിന്റെ, സാമൂഹിക പുരോഗതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് താലിബാൻ. വാക്സിനുകളില്ലാത്ത, വിദ്യാലയങ്ങളില്ലാത്ത, സർവകലാശാലകളില്ലാത്ത, ശാസ്ത്രമില്ലാത്ത, കലയില്ലാത്ത, സാഹിത്യമില്ലാത്ത, സംഗീതമില്ലാത്ത ലോകം.